ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം രചിച്ചത് ശ്രീ പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഇന്ന് 9-ാം അധ്യായമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും ഗുരുനാഥന്മാരുടെയും തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് 9-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് യശോദാമ്മ തൈര് കടയുന്ന നേരത്ത് പൊന്നുണ്ണിക്കണ്ണൻ ഉറക്കമെണീറ്റ് വന്നതും പാല് കുടിക്കുന്നതിനിടയിൽ യശോദാമ്മ അടുപ്പത്ത് വെച്ച പാല് തിളച്ച് തൂവിയപ്പോൾ കണ്ണനെ നിലത്തിരുത്തി എഴുന്നേറ്റ് പോകുന്നതും ആ സമയത്ത് കണ്ണനുണ്ടായ ദേഷ്യമൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. എത്ര പറഞ്ഞാലും മതിവരാത്ത കണ്ണൻ്റെ കഥകൾ പറ്റുന്ന പോലെ സമർപ്പിക്കാൻ കഴിയുന്നത് ആ കാരുണ്യമൂർത്തികളായ ഗുരുനാഥന്മാരുടെയും രാധാകൃഷ്ണന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ്. ജയ് ശ്രീ രാധേ 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 ശ്യാം. അക്കാലമൊരു ദിനം തന്നെ ദാസീജനമൊക്കെയും പ്രവൃത്തികൾ ഓരോന്നു ചെയ്യുകയാലെ നന്ദഗേഹിനിയാകും സുന്ദരി യശോദ താൻ മന്ദമെന്നിയേ ദധി മഥനം ചെയ്തിടിനാൾ. തൻ കരങ്ങളിലുള്ള കങ്കണ ശബ്ദത്തോടും കുങ്കുമാങ്കിത കുജ കുംഭ കമ്പങ്ങളോടും അംബുജ മുഖോത്ഭവ ശ്വേതലേശങ്ങളോടു മമ്പുജേക്ഷണലീലാ മോഹനഗാനത്തോടും അംബുജാക്ഷിയും ദധി മഥനം ചെയ്യുന്നേര മമ്പുജേക്ഷണൻ ചെന്നു ഹസ്തവും പിടിച്ചപ്പോൾ തന്മടി തന്നിൽ വെച്ചു മുലയും കൊടുത്തവൾ തന്മയിലണച്ചു കൊണ്ടാനന്ദിച്ചിരിക്കുമ്പോൾ കാച്ചുവാനടുപ്പത്തു വെച്ചൊരു പാലൂത്തിക നുച്ചത്തു വരുന്നതു കണ്ടപ്പോൾ ചെന്നിടിനാൾ. തൃപ്തി വരാഞ്ഞു കൃഷ്ണനുച്ചത്തിൽ കരഞ്ഞു കൊണ്ടപ്പോഴേ ദധിപാത്രമുടച്ചു കോപത്തോടും എണ്ണയുമെടുത്തുപോയി മാർജാരന്മാർക്കു കൊടു തുണ്ണികളോടും താനും ഭുജിച്ചു നിൽക്കുന്നേരം വന്നതാ യശോദയും നോക്കുമ്പോൾ ദധിപാത്രം 1 2 100 ഖണ്ഡമായി കിടക്കുന്നു. കഷ്ടമെന്നുര ചെയ്തു കോപവും നടിച്ചുടൻ അഷ്ടിയുമെടുത്താശു തല്ലുവാൻ ചെല്ലുന്നേരം ഭീതിയോടവിടെ നിന്നോടിനാൻ കൃഷ്ണൻ താനും പ്രീതിയോടവൾ താനും പിന്നാലെ ചെന്നിടിനാൽ പുഞ്ചിരിയോടു ചുറ്റു മണ്ടിയോരനന്തരം ചഞ്ചലാക്ഷിയുമെത്തി പിടിച്ചു കരത്തിന്മേൽ യോഗികളുടെ ചിത്തം പോരുമങ്ങെത്താതൊരു യോഗേശനെ യശോദ തൻ കയ്യിലങ്ങകപ്പെട്ടു. അന്തകാന്തക വിധി മുഖ്യരാം ദേവന്മാരും സന്തതമുരസ്ഥലേ വാഴുന്ന ലക്ഷ്മി താനും നന്ദപത്നിയെ പോലെ മാധവ പ്രസാദങ്ങെങ്ങുമേ ലഭിച്ചതില്ലാരുമെന്നറിഞ്ഞാലും ഭീതിയും നടിച്ചങ്ങു രോദനം ചെയ്തു കൃഷ്ണൻ. ഭീതനായി വന്നാനെന്നു നിനച്ചു യശോദയും പാശങ്ങൾ കൊണ്ടു തന്നെ സത്വരാമുരലിന്മേൽ കേശവൻ തന്നെ ബന്ധിച്ചിടുവാൻ ആരംഭിച്ചാൾ. പാശവുമിരുവിരൽ പോരാതെ ചമഞ്ഞിതു പാശങ്ങൾ കൊണ്ടുവന്നു പിന്നെയും കെട്ടിയിടിനാൾ. പിന്നെയും ഇരുവിരൽ പോരാഞ്ഞു യശോദയും തന്നെ ഗൃഹത്തിങ്കാലുള്ളൊരു പാശങ്ങളും മറ്റുള്ള ഗൃഹങ്ങളിലുള്ളതും കൊണ്ടുവന്നു തെറ്റുന്നു ബന്ധിച്ചിട്ടും കിഞ്ചന പോരായികയാൽ മന്ദഹാസവും ചെയ്തു വിസ്മയം പൂണ്ടു നിന്നാൾ. നന്ദഗോകുല സ്ത്രീകൾ ചിരിച്ചു കണ്ടു നിന്നാർ. ദീനം പൂണ്ടിതു മാതാവെന്നറിഞ്ഞപ്പോൾ കൃഷ്ണൻ മനസ്സേ കാരുണ്യത്താൽ ബന്ധനായി നിന്നിടിനാൻ.
ഭക്തന്മാർക്ക് അധീനം താൻ എന്നതു ജനങ്ങളെ ഒക്കവേ ബോധിപ്പിക്കാൻ ബന്ധനമേറ്റ നേരം അത്ഭുതമുണ്ടായതു നന്ദനോടുരാചേവ അത്ഭുതാംഗിയും പോയ നേരത്തു കൃഷ്ണൻ താനും കെട്ടിയോരുരലതു മഴിച്ചു മന്ദം നടന്ന അങ്ങോട്ടു മേയാനങ്ങാതെ കാട്ടിലങ്ങകം പൊക്കും കെട്ടിയോരുരലതു മിഴച്ചു മന്ദം നടന്നൊട്ടുമേ അനങ്ങാതെ കാട്ടിലങ്ങകം പൊക്കു കണ്ടിതു തത്ര രണ്ടു വൃക്ഷങ്ങൾ നിൽക്കുന്നതു കണ്ടാലെത്രയും മനോമോഹനമെന്നേ വേണ്ടു കേവലം കാട്ടിലുള്ള വൃക്ഷങ്ങളല്ല പണ്ടു ദേവർഷി ശാപം കൊണ്ടു വൈശ്രവണാത്മജന്മാർ അർജുന വൃക്ഷങ്ങളായി നിൽക്കുന്നതറിഞ്ഞാലു മിത്തരാമധ്യായമീ 9 ചൊല്ലിയിടിനേൻ. എൻ്റെ വാക്കുകൾ ഗുരുനാഥന്മാരുടെയും പൊന്നുണ്ണിക്കണ്ണൻ്റെയും സജ്ജനങ്ങളുടെയും തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ആ കണ്ണനുണ്ണിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.